Secondary sex organs. Primary sex organ എന്ന് പറഞ്ഞാൽ they produce gamete and hormone. Secondary sex organ means they do not produce gamete and hormone, but they helps in reproduction. Reproduction സഹായിക്കുന്ന അവയവങ്ങളാണ് secondary sex organ എന്ന് പറയുന്നത്. അങ്ങനെ secondary sex organ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുക duct system ആണ്. So let us see secondary sex organ. Secondary sex organ എന്ന് പറഞ്ഞാൽ okay, first one നമുക്കറിയാം duct system ആണ് ഇതിലുള്ളത്. Duct system. Okay, only one thing, duct system is there. ഈ duct system എന്ന് പറയുന്നത് it consists of a pair of fallopian tube, a uterus, a cervix and a vagina. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇതിൽ വരിക. ഒരു പെയർ ഫലോപ്പിയൻ ട്യൂബ് ഞാൻ ഇവിടെ എഴുതാം. ഡക്ട് സിസ്റ്റം കണ്ടെയ്ൻസ് എ പെയർ ഓഫ് ഫലോപ്പിയൻ ട്യൂബ്, ഒരു പെയർ ഫലോപ്പിയൻ ട്യൂബ് ഉണ്ട്. അതുപോലെ എ യൂട്രസ്, ഒരു യൂട്രസ്, അതുപോലെ എ സെർവിക്സ് and a vagina. Okay, these are the portions of duct system. Duct systemത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഫലോപ്പിയൻ ട്യൂബ്, ഒരു പെയർ ഫലോപ്പിയൻ ട്യൂബ്. ഈ ഫലോപ്പിയൻ ട്യൂബിന് പറയുന്ന മറ്റൊരു പേര് ഓവിഡക്റ്റ് എന്നാണ് പറയുന്നത്. അതർ നെയിം ഫോർ ഫലോപ്പിയൻ ട്യൂബ് ഈസ് ഓവിഡക്റ്റ്. ഓക്കെ, ഓവിഡക്റ്റ്. പിന്നെ വരുന്നത് യൂട്രസ്, ദിസ് ഈസ് യൂട്രസ്. പിന്നെ വരുന്നത് സെർവിക്സ്, പിന്നെ വരുന്നത് വജൈന. ഇത്രയും ഭാഗങ്ങളാണ് ഡക്ട് സിസ്റ്റത്തിലുള്ളത്. ആദ്യം നമുക്ക് ഫലോപ്പിയൻ ട്യൂബിനെ കുറിച്ച് നോക്കാം. ലെറ്റ് us see ഫലോപ്പിയൻ ട്യൂബ്. നമുക്കറിയാം ഒരു പെയർ ഫലോപ്പിയൻ ട്യൂബാണ്. ഫലോപ്പിയൻ ട്യൂബ് തുടങ്ങുന്നത് ഓവറിയുടെ അവിടെ വെച്ച് തുടങ്ങും. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഓവറി ആൻഡ് എൻഡ്സ് ഇൻ യൂട്രസ്. നമുക്കറിയാം ഇത് തുടങ്ങുന്നത് ഓവറിയുടെ അവിടെ വെച്ചിട്ടാണ്, അവസാനിക്കുന്നത് യൂട്രസിലേക്കാണ്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം പെരിഫറി ഓഫ് ദ ഓവറി ആൻഡ് എൻഡ്സ് ഇൻ യൂട്രസ്. അതായത് ഓവറിയുടെ പുറം വശത്ത് നിന്ന് തുടങ്ങും, അതുപോലെ ഇത് അവസാനിക്കുന്നത് യൂട്രസിലുമാണ്. ഇതിനെയാണ് നമ്മൾ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുക. ഏകദേശം ഇത് 10 മുതൽ 12 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് 10 to 12 സെൻറ്റിമീറ്റർ ലെങ്ത്. മസ്കുലർ ട്യൂബാണിത്. 10 to 12 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട് ഇതിന്. ഓക്കെ, ഇതിന് 3 ഭാഗങ്ങളാണ് മെയിൻലി ഫലോപ്പിയൻ ട്യൂബിന് ഉണ്ടാവുക. ഒന്ന് നമുക്ക് പറയാം ഇൻഫെൻറ്റിബുലം എന്ന് പറയും. ഓക്കെ, ഇൻഫെൻറ്റിബുലം എന്ന് പറയുന്നു. മറ്റൊന്ന് ആംപുള്ള എന്ന് പറയുന്നു. മൂന്നാമത്തെ ഒന്നാണ് ഇസ്തമസ് എന്ന് പറയും. ഇൻഫെൻറ്റിബുലം, ആംപുള്ള, ഇസ്തമസ്. സോ ഇൻഫെൻറ്റിബുലം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ കാണുന്ന ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഇൻഫെൻറ്റിബുലം എന്ന് പറയുക. ഈ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് ഇൻഫെൻറ്റിബുലം എന്ന് പറയുക. ഈ ഇൻഫെൻറ്റിബുലത്തിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസുകൾക്ക് പറയുന്ന പേരാണ് ഫിംബ്രിയെ എന്ന് പറയും. ഓക്കെ, ഇൻഫെൻറ്റിബുലം പോസസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് ഫിംബ്രിയെ. ഓക്കെ, ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്യാരി ഓവ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഓവറി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓവ കൊണ്ടുപോകുന്നതാണ് ഇൻഫെൻറ്റിബുലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ള വൈഡർ പോർഷൻ ഓഫ് ദ ഫലോപ്പിയൻ ട്യൂബ് അത് കഴിഞ്ഞ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഫെൻറ്റിബുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണൽ ഷേപ്പ് സ്ട്രക്ചറാണ്. അതിലുള്ള ഫിംഗർ ഷേപ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ഫിംബ്രിയ എന്ന് പറയാം. ദ ക്യാരി ഓവ ഡ്യൂറിങ് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഓവറിയിൽ നിന്ന് ഓവ കൊണ്ടുപോകുന്നത് ഇൻഫെൻറ്റിബുലമാണ്. ഇനി അടുത്തത് നമുക്ക് വൈഡർ പോർഷൻ ഓഫ് ദ ഫലോപ്പിയൻ ട്യൂബ്. ഇവിടെയൊക്കെ നമുക്ക് കാണാം വൈഡർ പോർഷൻ ഓഫ് ദ ഫലോപ്പിയൻ ട്യൂബിന് പറയുന്ന പേരാണ് നമ്മൾ ആംപുള്ള എന്നാണ് പറയാം. ആംപുള്ള കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാം, നമുക്കൊരു നാരോ സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ ദാറ്റ് നാരോ സ്ട്രക്ചർ ഓഫ് ദ ഫലോപ്പിയൻ ട്യൂബ് ദാറ്റ് ജോയിൻസ് വിത്ത് യൂട്രസ്. യൂട്രസുമായിട്ട് ജോയിൻറ്റ് ചെയ്യുന്ന ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ നാരോ ആണ്. ആ നാരോ ആയിട്ടുള്ള ഭാഗത്തിന് പറയുന്ന പേര് ഇസ്തമസ് എന്നാണ് പറയാം. ഇസ്തമസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ 3 മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളാണുള്ളത് ഫലോപ്പിയൻ ട്യൂബിന്. ഫലോപ്പിയൻ ട്യൂബിന് പറയുന്ന മറ്റൊരു പേര് ഓവിഡക്റ്റ്. ഒന്ന് ഇൻഫെൻറ്റിബുലം, ഇൻഫെൻറ്റിബുലത്തിലുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഫിംബ്രിയെ. പിന്നെ വൈഡർ പോർഷന് പറയുന്ന പേര് ആംപുള്ള. പിന്നെ നാരോ പോർഷന് പറയുന്ന പേര് ഇസ്തമസ് എന്നാണ് പറയാം. ഇനി ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, അതായത് സ്പേമും ഓവയും തമ്മിൽ ഫ്യൂഷൻ നടക്കുന്ന ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ ആംപുള്ളറി ഇസ്തമിക് ജംഗ്ഷൻ എന്ന് പറയും. ആംപുള്ളയുടെയും അതായത് ഇവിടെയാണ് ആംപുള്ളയുടെയും ഇസ്തമസിന് ഇടയിലുള്ള പോർഷനിലാണ് ഇവിടെ ഫ്യൂഷൻ നടക്കുക. സോ നമുക്ക് പറയാം ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ആംപുള്ളറി ഇസ്തമിക് ജംഗ്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സൈറ്റ്, ഇവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സൈറ്റ്. ഇതിനെ നമുക്ക് ആംപുള്ളറി ഇസ്തമിക് ജംഗ്ഷൻ എന്ന് പറയാം. ആംപുള്ളറി ഇസ്തമിക് ജംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. ഓക്കെ, അതായത് ഫലോപ്പിയൻ ട്യൂബിനെ കുറിച്ച് കഴിഞ്ഞു, ഡക്ട് സിസ്റ്റത്തിലുള്ളത്. അടുത്ത നമുക്ക് നോക്കേണ്ടത് ഓവറിയെ കുറിച്ചാണ്. അടുത്ത് നോക്കേണ്ടത് യൂട്രസിനെ കുറിച്ചാണ്. യൂട്രസ്. അപ്പോൾ നമ്മൾ ഫലോപ്പിയൻ ട്യൂബ് കഴിഞ്ഞു. അടുത്തത് യൂട്രസ്. യൂട്രസ് എന്ന് പറഞ്ഞാൽ ഇതാണ് യൂട്രസ് എന്ന് പറയുന്നത്. യൂട്രസിന് പറയുന്ന മറ്റൊരു പേരാണ് വൂംബ് എന്ന് പറയും. ദ അതർ നെയിം ഫോർ യൂട്രസ് ഈസ് വോംബ്. ഓക്കെ, വോംബ് എന്ന് പറയും. ഓക്കെ, WOMB, വോംബ് എന്ന് പറയും. ഓക്കെ, ഗർഭാശയം എന്ന് പറയാം. ഇനി ഇതിന് 3 ലെയർ ടിഷ്യൂസ് ആണ് യൂട്രസിൽ കാണാൻ പറ്റുക. ഔട്ടർ ലെയറിന് പറയുന്ന പേര് പെരിമെട്രിയം എന്ന് പറയും. ഔട്ടർ ലെയറിന് പറയുന്ന പേര് പെരിമെട്രിയം. 3 ലെയർ ടിഷ്യൂ ആണ് ഇവിടെ ഉള്ളത്. യൂട്രസിൻ്റെ ഔട്ടർ ലെയറിന് പറയുന്ന പേര് പെരിമെട്രിയം എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ലെയറിന് പറയുന്ന പേര് മയോമെട്രിയം എന്നാണ് പറയാം. രണ്ടാമത്തെ ലെയറിന് മിഡിൽ ലെയറിന് പറയുന്ന പേര് മയോമെട്രിയം. ഈ മയോമെട്രിയം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്.
മയോമെട്രിയം ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മൂത്ത് മസിൽ ടിഷ്യൂ ആൻഡ് ഇന്നർ ഗ്ലാൻഡുലാർ, ഉള്ളിലുള്ള ഗ്ലാൻഡുലാർ ലെയർ എന്ന് പറയുന്ന പേരാണ് എൻഡോമെട്രിയം എന്ന് പറയും. ഉള്ളിലുള്ള ഗ്ലാൻഡുലാർ ലെയർ എന്ന് പറയുന്ന പേരാണ് എൻഡോമെട്രിയം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ദ ടിഷ്യൂസ് ഓഫ് യൂട്രസ്, ഔട്ടർ പെരിമെട്രിയം, മിഡിൽ തിക്ക് സ്മൂത്ത് മസിൽ ലെയർ കോൾഡ് മയോമെട്രിയം, ഇന്നർ ഗ്ലാൻഡുലാർ എൻഡോമെട്രിയം. ഈ മയോമെട്രിയത്തിനെ കുറിച്ചും എൻഡോമെട്രിയത്തിനെ കുറിച്ചും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മയോമെട്രിയം എന്ന് പറഞ്ഞാൽ ദ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഓഫ് മയോമെട്രിയം. ഈ മയോമെട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് മയോമെട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഫീറ്റസ് പുറത്തേക്ക് പോവുക. സോ കൺട്രാക്ഷൻ ഓഫ് മയോമെട്രിയം ഓർ ദ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഓഫ് മയോമെട്രിയം ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇജക്ഷൻ ഓഫ് ഫീറ്റസ് ഫ്രം യൂട്രസ്. യൂട്രസിൽ നിന്ന് ഫീറ്റസ് പുറത്തേക്ക് തള്ളാൻ സഹായിക്കുന്നത് ഈ മയോമെട്രിയത്തിലുള്ള സ്മൂത്ത് മസിൽസുകളാണ്. ശ്രദ്ധിക്കുക, ഈ മയോമെട്രിയത്തിലുള്ള സ്മൂത്ത് മസിൽസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഫീറ്റസ് പുറത്തേക്ക് തള്ളുക. അങ്ങനെ ഫീറ്റസ് പുറത്തേക്ക് തള്ളുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പാർട്ടുറേഷൻ എന്നാണ് പറയുക. അപ്പോൾ മയോമെട്രിയത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടുറേഷന് സഹായിക്കുന്നു എന്നുള്ളതാണ് മയോമെട്രിയം. ഓക്കെ, വിച്ച് ഹെൽപ്സ് ഇൻ പാർട്ടുറേഷൻ. ഇനി അതുപോലെ തന്നെ ഇന്നർ ഗ്ലാൻഡുലാർ എൻഡോമെട്രിയം പറഞ്ഞു. എൻഡോമെട്രിയം അണ്ടർഗോ സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിലെ ചേഞ്ചസ് നടക്കുന്ന ഒരു ലെയർ എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയാണ്. ഓക്കെ, എൻഡോമെട്രിയം അണ്ടർഗോ സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ. സോ എൻഡോമെട്രിയം അണ്ടർഗോ സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു ലെയർ എന്ന് പറഞ്ഞാൽ അത് എൻഡോമെട്രിയമാണ്. ഇനി അതുപോലെ അടുത്തൊരു ഭാഗം, അപ്പോൾ നമ്മൾ ഫലോപ്പിയൻ ട്യൂബ് കഴിഞ്ഞു, യൂട്രസും കഴിഞ്ഞു. അടുത്ത ഭാഗമാണ് സെർവിക്സ് എന്ന് പറയും. ഈ നാരോ പോർഷന് പറയുന്ന പേരാണ് സെർവിക്സ് എന്ന് പറയും. ദിസ് ഈസ് നോൺ ആസ് സെർവിക്സ്. സെർവിക്സ് ഇസ് എ നാരോ പോർഷൻ. അപ്പോൾ അടുത്തത് സെർവിക്സ് ആണ്. സെർവിക്സ് എന്ന് പറഞ്ഞാൽ നാരോ പോർഷൻ ദാറ്റ് ഓപ്പൺസ് ഇൻ ടു വജൈന. ഓക്കെ, അപ്പോൾ നമുക്കറിയാം യൂട്രസ് വജൈനയിലേക്ക് ഓപ്പൺ ആകുന്നതിന് അവിടെയുള്ള നാരോ ട്യൂബിന് പറയുന്ന പേരാണ് സെർവിക്സ് എന്ന് പറയും. യൂട്രസ് ഓപ്പൺസ് ഇൻ ടു വജൈന ബൈ എ നാരോ സ്ട്രക്ചർ നോൺ ആസ് സെർവിക്സ് എന്ന് പറയും. അപ്പോൾ സെർവിക്സ് കഴിഞ്ഞു. അടുത്ത് നമുക്ക് പറയാവുന്നതാണ് വജൈന എന്ന് പറയുന്നത്. വജൈന ഇസ് എ കനാൽ ദാറ്റ് ഓപ്പൺസ് ടു ഔട്ട്സൈഡ്. പുറത്തേക്ക് ഓപ്പൺ ആകുന്ന ഒരു ട്യൂബാണ് വജൈന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് 10 സെൻറ്റിമീറ്റർ ലെങ്ത്. ഇതാണ് വജൈന എന്ന് പറയും. വജൈന ഏകദേശം 10 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് 10 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത്. ഓക്കെ, ദെൻ വജൈനയിൽ കാണുന്ന ഒരു പെയർ ഗ്ലാൻഡുകളുണ്ട്. നമുക്ക് പറയാം ഈ വജൈനയുടെ ലാറ്ററൽ സൈഡുകളിലായിട്ട് ഗ്ലാൻഡുകളുണ്ട്. ആ ഗ്ലാൻഡിന് പറയുന്ന പേരാണ് ബാർത്തോലീൻസ് ഗ്ലാൻഡ് എന്ന് പറയും. ബാർത്തോലിൻസ് ഗ്ലാൻഡ്. ഓക്കെ, ഈ വജൈനയുടെ സൈഡുകളിലായിട്ട് കാണുന്ന ഗ്ലാൻഡിന് പറയുന്ന പേരാണ് ബാർത്തോലിൻസ് ഗ്ലാൻഡ്. ഈ ബാർത്തോലിൻസ് ഗ്ലാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേഷൻ ഡ്യൂറിങ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. സെക്ഷൽ ഇൻ്റർകോഴ്സിന് സമയത്ത് ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് ബാർത്തോലിൻസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസുകളാണ്. ഈ ബാർത്തോലിൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഹോമോലോഗസ് ടു കൗപ്പേഴ്സ് ഗ്ലാൻഡ് ഇൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ കൗപ്പേഴ്സ് ഗ്ലാൻഡിനോട് സിമിലർ ആയിട്ടുള്ള ഒന്നാണ് ബാർത്തോലിൻസ് ഗ്ലാൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സെർവിക്സും വജൈനയും കഴിഞ്ഞു. ഇനി നമുക്ക് സെർവിക്സിനെയും വജൈനയും കൂടെ നമുക്ക് ഒന്നിച്ച് പറയുന്ന പേരാണ് ബർത്ത് കനാൽ. സെർവിക്സിനും വജൈനയും കൂടെ ഒന്നിച്ച് പറയുന്ന പേരാണ് ബർത്ത് കനാൽ. ഓക്കെ, ബർത്ത് കനാലിന് 2 ഫംഗ്ഷനാണുള്ളത്. ഓക്കെ, സോ സെർവിക്സ് ആൻഡ് വജൈന ടുഗദർലി കോൺസ്റ്റിറ്റ്യൂട്ട് ബർത്ത് കനാൽ എന്ന് പറയും. ഓക്കെ, ഈ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദേ റിസീവ് മെയിൽ ഗ്യാമീറ്റ് ഡ്യൂറിങ് ഇൻസെമിനേഷൻ. സെക്ഷൽ ഇൻ്റർകോഴ്സിന് സമയത്ത് സെമൻ സ്വീകരിക്കുന്നത് ബർത്ത് കനാലാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ ദേ റിസീവ് മെയിൽ ഗ്യാമീറ്റ് ഡ്യൂറിങ് ഇൻസെമിനേഷൻ. ഓക്കെ, ഇൻസെമിനേഷൻ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ഒരു സ്പേം റിസീവ് ചെയ്യുന്നത് ബർത്ത് കനാലിലൂടെയാണ്. അതുപോലെ തന്നെ ദേ ആക്ട് ആസ് അല്ലെങ്കിൽ ഇത് നമുക്ക് ബർത്ത് കനാലിൽ വേറെ ഫീച്ചറും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജക്ഷൻ ഓഫ് ഫീറ്റസ്, അല്ലെങ്കിൽ നമുക്കറിയാം പാർട്ടുറേഷൻ നടത്തുന്ന ഒരു കനാലും കൂടെയാണ് ബർത്ത് കനാൽ എന്ന് പറയാം. ഓക്കെ, പാർട്ടുറേഷൻ ദേ ഹെൽപ്സ് ഇൻ പാർട്ടുറേഷന് സഹായിക്കുന്ന ചൈൽഡ് ബർത്തിന് സഹായിക്കുന്ന ഒരു കനാലും കൂടെയാണ് ബർത്ത് കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയാൻ പറ്റും. ദേ റിസീവ് മെയിൽ ഗ്യാമീറ്റ് ആൻഡ് ദേ ആക്ട് ആസ് എ കനാൽ ഫോർ പാർട്ടുറേഷൻ എന്നുള്ളതും നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, സോ ഫാർ വി ഹാഡ് കംപ്ലീറ്റഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള സെക്കൻഡറി സെക്സ് ഓർഗണം കഴിഞ്ഞു. എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് കോൾഡ് വൽവ എന്നാണ് പറയാം. മെയിൽസിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയക്ക് പറഞ്ഞത് പെനിസ് എന്നായിരുന്നു. ഇവിടെ നമുക്ക് ഫീമെയിലിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയക്ക് പറയുന്ന പേര് എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് കോൾഡ് വൽവ എന്നാണ് പറയാം. കോമൺലി നമുക്ക് പറയാവുന്നത് വൽവ എന്നാണ്. ഇനി വൽവയിൽ വരുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ മോൺസ് പ്യൂബിസ് എന്ന് പറയുന്ന ഒരു അവയവമുണ്ട്. മോൺസ് പ്യൂബിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു കുഷ്യൻ ലൈക്ക് ഫാറ്റി ടിഷ്യൂ ആണ്. ഒരു കുഷ്യൻ പോലെയുള്ള ഒരു ഫാറ്റ് കൊണ്ടുള്ള ടിഷ്യൂ ആണ്. ദാറ്റ് കവേർഡ് ബൈ സ്കിൻ ആൻഡ് ഹെയർ. സ്കിന്നും ഹെയർസും കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് മോൺസ് പ്യൂബിസ് എന്ന് പറയാം. ദേ ആർ കുഷ്യൻ ലൈക്ക് ഫാറ്റി ടിഷ്യൂ ദാറ്റ് കവർ സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർ. സ്കിന്നും പ്യൂബിക് ഹെയറും കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഫാറ്റി ടിഷ്യൂ ആണ്
മോൺസ് പ്യൂബിസ് എന്ന് പറയാം. സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർ ഉള്ളത്, ഹെയർ ഗ്രോത്ത് ഉള്ളത് ഒരു ഭാഗം, അതാണ് മോൺസ് പ്യൂബിസ് എന്ന് പറയാം. രണ്ടാമത്തെ നമുക്ക് പറയാം ലേബിയ മേജോറ. ലേബിയ മേജോറ എന്ന് പറയും. ഓക്കെ, ലേബിയ മേജോറ എന്ന് പറയുന്നത് ദേ ആർ ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂ. ഒരു ഫ്ലഷി ഫോൾഡാണ്, ചുരുണ്ട് കിടക്കുന്ന രണ്ട് ടിഷ്യൂ ആണിത്. ദാറ്റ് കവർ ദ വജൈനൽ ഓപ്പണിംഗ്. വജൈനൽ ഓപ്പണിങ്ങിനെ കവർ ചെയ്യുന്ന ഫ്ലഷി ഫോൾഡ് ടിഷ്യൂവിനെയാണ് ലേബിയ മേജോറ എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് പറയുന്നത് ലേബിയ മൈനോറ. ഈ ലേബിയ മേജോറയുടെ താഴെ കാണുന്ന ഫ്ലഷി ഫോൾഡ് ടിഷ്യൂവിനെയാണ് ലേബിയ മൈനോറ എന്ന് പറയാം. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും ഫ്ലഷി ഫോൾഡ് ടിഷ്യൂ തന്നെയാണ്. പക്ഷേ ലേബിയ മൈനോറ കാണുന്നത് ലേബിയ മേജോറയുടെ അണ്ടറിലാണ്. ഓക്കെ, ലേബിയ മേജോറ എന്ന് പറഞ്ഞാൽ ഫ്ലഷി ഫോൾഡ് ടിഷ്യൂ, ലേബിയ മൈനോറ എന്ന് പറയുന്നത് ഫ്ലഷി ഫോൾഡ് ടിഷ്യൂ ആണ്. പക്ഷേ ഇത് കാണുന്നത് ലേബിയ മേജോറയുടെ താഴെയാണ്. ഓക്കെ, ഇനി നമുക്ക് ലേബിയ മൈനോറ, ഇത് കൺസിഡർ ദിസ് ലേബിയ മൈനോറ. ഈ ലേബിയ മൈനോറ ആൻറ്റീരിയർലി യുണൈറ്റ് ചെയ്യുന്നതിൻ്റെ അവിടെ ഒരു കോണിക്കൽ ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്. ഈ കോണിക്കൽ ഷേപ്ഡ് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ക്ലിറ്റോറിസ് എന്ന് പറയും. ഓക്കെ, ഈ ലേബിയ മൈനോറ യുണൈറ്റ് ആൻറ്റീരിയർലി ഫോം എ കോണിക്കൽ ഷേപ്ഡ് സ്ട്രക്ചർ കോൾഡ് ക്ലിറ്റോറിസ്. ഈ ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞാൽ മെയിൽസിലെ ഗ്ലാൻസ് പെനിസിൻ്റെ അതേപോലെയുള്ളതാണ് ക്ലിറ്റോറിസ് എന്ന് പറയാം. ഓക്കെ, ദേ ആർ ഹോമോലോഗസ് ടു ഗ്ലാൻസ് പെനിസ് എന്ന് പറയും. അപ്പോൾ the labia minora unite anteriorly called clitoris. ഇനി ഇത് പോസ്റ്റീരിയർലി ലേബിയ മൈനോറ യുണൈറ്റ് ചെയ്യുന്ന സ്ട്രക്ചറിന് പറയുന്ന പേരാണ് വെസ്റ്റിബ്യുലം എന്ന് പറയും. വെസ്റ്റിബ്യുലം എന്നാണ് പറയാം. സോ ആൻറ്റീരിയർലി ദ യുണൈറ്റ് ഫോം എ കോണിക്കൽ ഷേപ്ഡ് സ്ട്രക്ചർ കോൾഡ് ക്ലിറ്റോറിസ് ആൻഡ് പോസ്റ്റീരിയർലി ദ യുണൈറ്റ് ഫോം എ സ്ട്രക്ചർ കോൾഡ് വെസ്റ്റിബ്യുലം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ലേബിയ മേജോറയും ലേബിയ മൈനോറയും കഴിഞ്ഞു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ദാറ്റ് ഈസ് ഹൈമൻ എന്ന് പറയുന്നതാണ്. ഹൈമൻ. ഓക്കെ, ദിസ് വജൈന, ഇവിടെ നമുക്കറിയാം ഈ ലേബിയ മൈനോറ എന്ന് പറയുന്നതും എൻക്ലോസ് ചെയ്യുന്ന വജൈനൽ ഓപ്പണിങ്ങിനെയാണ്, കൺസിസ്റ്റ് ഓഫ് വജൈനൽ ഓപ്പണിംഗ്. അപ്പോൾ ഈ വജൈനൽ ഓപ്പണിങ്ങിനെ പകുതിയോളം പാർഷ്യലി കവർ ചെയ്തിട്ടുള്ള ഒരു മെംബ്രെയിന് പറയുന്ന പേരാണ് ഹൈമൻ എന്ന് പറയും. വജൈന ഈസ് കവേർഡ് പാർഷ്യലി ബൈ എ മെംബ്രെയിൻ കോൾഡ് ഹൈമൻ എന്ന് പറയും. വജൈനയെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിന് പറയുന്ന പേരാണ് ഹൈമൻ എന്ന് പറയാം. ഈ ഹൈമൻ എന്ന് പറയുന്നത് സാധാരണഗതിയിലൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ റപ്ചർ ആകാറുണ്ടായിരുന്നു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ. ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഹൈമൻ റപ്ചർ ആകുന്നൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും ഇത് റപ്ചർ ആകുന്നില്ല. കാരണം വിഗറസ് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ സൈക്ലിംഗ്, ഹോഴ്സ് റൈഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹൈമൻ റപ്ചർ ആകാറുണ്ട്. അപ്പോൾ ഇതൊരിക്കലും നമുക്കൊരു വിർജിനിറ്റി നമുക്ക് അളക്കുന്ന ഒരു മെഷറല്ല ഹൈമൻ എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞത് ഇവിടെ വൾവയെക്കുറിച്ചാണ്. വൾവ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന അവയവങ്ങളാണ് മോൺസ് പ്യൂബിസ്. മോൺസ് പ്യൂബിസ് എന്ന് പറഞ്ഞാൽ they are fatty tissue covered by skin and hairs are there. പിന്നെ ലേബിയ മേജോറ, fleshy fold of tissue that cover the vaginal opening. ലേബിയ മൈനോറ, that is also fleshy fold of tissue that cover the vaginal opening, but it is seen under ലേബിയ മേജോറ. ലേബിയ മേജോറയുടെ അടിയിൽ കാണുന്ന ഒന്നാണ് ലേബിയ മൈനോറ എന്ന് പറയാം. ലേബിയ മൈനോറ യുണൈറ്റ് ആൻറ്റീരിയർലി കോൾഡ് ക്ലിറ്റോറിസ് വിച്ച് ഇസ് സീൻ എബവ് ദ യുറീത്രൽ ഓപ്പണിംഗ്. ഈ ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞാൽ യുറീത്ര ഇവിടെയാണ് ഉണ്ടാവുക. യുറീത്രൽ ഓപ്പണിങ്ങിൻ്റെ മുകളിലാണ് ക്ലിറ്റോറിസ് ഉണ്ടാവുക. ഇനി ഇത് പോസ്റ്റീരിയർലി ഈ ലേബിയ മൈനോറ യുണൈറ്റ് ചെയ്യുന്ന ഭാഗത്തിന് പറയുന്ന പേര് വെസ്റ്റിബ്യുലം എന്ന് പറയും. ഇനി അതുപോലെ തന്നെ നാലാമതൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ള ഹൈമൻ എന്ന് പറയുന്നുണ്ട്. ഹൈമൻ എന്ന് പറഞ്ഞാൽ വജൈനയെ പാർഷ്യലി കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിന് പറയുന്ന പേരാണ് ഹൈമൻ എന്ന് പറയാം. ഓക്കെ, സോ ദിസ് മച്ച് ഓൺലി ഇൻ ഫീമെയിൽ റീപ്രൊഡക്ഷനിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഒന്നാണ് മാമറി ഗ്ലാൻഡ്സ് എന്ന് പറയാം. മാമറി ഗ്ലാൻഡ്, ഹ്യൂമൻ ഫീമെയിൽ ഹാവ് എ പെയർ ഓഫ് ഫങ്ഷണൽ മാമറി ഗ്ലാൻഡ്. ഫീമെയിൽസിന് ഒരു പെയർ ഫങ്ഷണൽ മാമറി ഗ്ലാൻഡ് ഉണ്ട്. മെയിൽസിനും മാമറി ഗ്ലാൻഡ് ഉണ്ടെങ്കിലും അത് ഫങ്ഷൻ ഇല്ല. പക്ഷേ ഫീമെയിലിന് മാമറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ അത് ഫങ്ഷണലാണ്. ഓക്കെ, ഈ മാമറി ഗ്ലാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ രണ്ട് ഭാഗങ്ങളാണ് കാണാൻ പറ്റുക. ഒന്ന് ഫാറ്റി ടിഷ്യൂ, അതുപോലെ തന്നെ ഗ്ലാൻഡുലാർ ടിഷ്യൂ. ഓക്കെ, സോ വി ക്യാൻ സി മാമറി ഗ്ലാൻഡ്. മാമറി ഗ്ലാൻഡ് കൺസിസ്റ്റ് ഓഫ് ഗ്ലാൻഡുലാർ ടിഷ്യൂ ആൻഡ് ഫാറ്റി ടിഷ്യൂ. ഓക്കെ, ഫാറ്റി ടിഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലാൻഡുലാർ ടിഷ്യൂ ഉണ്ട്. ഫാറ്റി ടിഷ്യൂ, അതുപോലെ മറ്റൊന്ന് ഗ്ലാൻഡുലാർ ടിഷ്യൂ. ഫാറ്റി ടിഷ്യൂ ആൻഡ് ഗ്ലാൻഡുലാർ ടിഷ്യൂ ആർ ദർ. ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം 15 മുതൽ 20ഓളം വരുന്ന അറകളുണ്ട്. 15 to 20 ലോബ്സ് ക്യാൻ ബി സീൻ ഇൻ ഗ്ലാൻഡുലാർ ടിഷ്യൂ. 15 മുതൽ 20ഓളം വരുന്ന ലോബുകൾ, അറകളുണ്ട്. ഇനി ഓരോ ലോബിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു ലോബ് ആണെങ്കിൽ ഈ ലോബിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സെല്ലുകൾ കാണാൻ പറ്റും. ഈ സെല്ലുകൾക്ക് പറയുന്ന പേര് ആൽവിയോളൈ എന്നാണ് പറയാം. യു ക്യാൻ സി എ ക്ലസ്റ്റർ ഓഫ് സെൽസ്. ഈ ക്ലസ്റ്റർ ഓഫ് സെല്ലുകൾക്കൊക്കെ നമുക്ക് പറയാവുന്ന പേര് ആൽവിയോളൈ എന്നാണ് പറയാം. സോ ആൽവിയോളയുടെ ഉള്ളിലുള്ള സെല്ലുകൾ സെക്രേറ്റ് ചെയ്യുന്നതാണ് മിൽക്ക് എന്ന് പറയാം. ഇനി ഈ മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആൽവിയോളയുടെ ഉള്ളിലാണ്. സോ നമുക്ക് പറയാം ഇതിൽ 15 മുതൽ 20ഓളം ലോബുകളുണ്ട്. ഓരോ ലോബിലും ഒരു കൂട്ടം സെല്ലുകളുണ്ട്. സെല്ലുകൾക്ക് പറയുന്ന പേര് ആൽവിയോളൈ എന്നാണ് പറയാം. 15-20 ലോബ്, ഈച്ച് ലോബ് കൺസിസ്റ്റ് ഓഫ് ക്ലസ്റ്റർ ഓഫ് സെൽസ് കോൾഡ് ആൽവിയോളൈ.
സെൽസ് ഓഫ് ആൽവിയോളൈ സെക്രീറ്റ് മിൽക്ക്. ആൽവിയോളൈയുള്ള സെല്ലുകളാണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ആൽവിയോളൈലുള്ള ക്യാവിറ്റിയിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. ഇനി ആൽവിയോളയിൽ നിന്ന് വരുന്ന ഡക്റ്റിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആൽവിയോളൈ ഓപ്പൺസ് ഇൻ ടു മാമറി ട്യൂബ്യൂൾസ് എന്നാണ് പറയാം. ആൽവിയോളൈ ഓപ്പൺസ് ഇൻ ടു മാമറി ട്യൂബ്യൂൾസ്. ഓക്കെ, ആൽവിയോളൈ ഓപ്പൺസ് ഇൻ ടു മാമറി ട്യൂബ്യൂൾസ് എന്ന് പറയും. ഇനി ഒരുപാട് മാമറി ട്യൂബ്യൂൾസുകൾ ഉണ്ടാവുമല്ലോ. ഈ മാമറി ട്യൂബ്യൂൾസുകളെല്ലാം തന്നെ ഓപ്പൺ ആകുന്നത് അല്ലെങ്കിൽ കണക്റ്റ് ആകുന്നത് ഓരോ ഡക്റ്റിലെയും അല്ലെങ്കിൽ ഓരോ ലോബിലെയുമുള്ള മാമറി ട്യൂബ്യൂളുകൾ തമ്മിൽ കണക്റ്റ് ആകുമ്പോൾ അതിന് പറയുന്ന പേരാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു മാമറി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതൊരു മാമറി ട്യൂബ്യൂളാണ്. മാമറി ട്യൂബ്യൂൾസ് ഓഫ് ഈച്ച് ലോബ് ജോയിൻ ടു ഫോം മാമറി ഡക്റ്റ്. മാമറി ഡക്റ്റ്. അപ്പോൾ ആദ്യം വരുന്നത് മാമറി ട്യൂബ്യൂളാണ്. മാമറി ട്യൂബ്യൂൾ ആൽവിയോളയിൽ നിന്ന് ഓപ്പൺ ആകുന്നതാണ്. മാമറി ട്യൂബ്യൂൾ ഓപ്പൺ ആകുന്നതിന് പറയുന്ന പേര് മാമറി ഡക്റ്റ് എന്ന് പറയും. ഇനി ഈ മാമറി ഡക്റ്റ് ഓപ്പൺ ആകുന്ന ഒരു വലിയ സ്ട്രക്ചർ ഉണ്ട്. ഈ മാമറി ഡക്റ്റ് ഓപ്പൺ ആകുന്ന ഒരു വലിയ സ്ട്രക്ചർ ഉണ്ടാവും. ഈ വലിയ സ്ട്രക്ചർ നമുക്ക് പറയാവുന്ന പേരാണ് മാമറി ആംപുള്ള എന്ന് പറയും. മാമറി ആംപുള്ള എന്ന് പറയും. ഈ മാമറി ആംപുള്ള ഓപ്പൺ ആകുന്നതാണ് ലാക്റ്റിഫറസ് ഡക്റ്റ്. ഇവിടെ നേരെ കാണുന്ന ഒന്നാണ് ലാക്റ്റിഫറസ് ഡക്റ്റ് എന്ന് പറയും. സോ മാമറി ഡക്റ്റ് ഓപ്പൺസ് ഇൻ ടു മാമറി ആംപുള്ള. മാമറി ആംപുള്ള ഓപ്പൺസ് ഇൻ ടു ലാക്റ്റിഫറസ് ഡക്റ്റ്. മാമറി ആംപുള്ള ഓപ്പൺ ആകുന്നതാണ് ലാക്റ്റിഫറസ് ഡക്റ്റ്. ഈ ലാക്റ്റിഫറസ് ഡക്റ്റിലൂടെയാണ് മിൽക്ക് പുറത്തേക്ക് വരിക. സോ മാമറി ആംപുള്ള ഓപ്പൺസ് ഇൻ ടു ലാക്റ്റിഫറസ് ഡക്റ്റ് ത്രൂ വിച്ച് ദ മിൽക്ക് കംസ് ഔട്ട്. അപ്പോൾ നമുക്ക് ഇത്രയാണ് മാമറി ഗ്ലാൻഡിലുള്ളത്. മാമറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പെയർ മാമറി ഗ്ലാൻഡുകളാണുള്ളത്. അത് രണ്ട് ഭാഗങ്ങളുണ്ട്. ഫാറ്റി ടിഷ്യൂ ഉണ്ട്, ഗ്ലാൻഡുലാർ ടിഷ്യൂ ഉണ്ട്. ഗ്ലാൻഡുലാർ ടിഷ്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം 15 മുതൽ 20ഓളം ലോബുകളുണ്ട്. ഞാനിവിടെ 2 ലോബേ വരച്ചിട്ടുള്ളൂ. ഓരോ ലോബിലും ഒരു കൂട്ടം സെല്ലുകൾ കാണാം. ആ സെല്ലുകൾക്ക് പറയുന്ന പേരാണ് ആൽവിയോളൈ. ആൽവിയോളയിലെ സെല്ലുകൾ ആൽവിയോളയിലുള്ള സെല്ലുകൾ ഉണ്ടാക്കുന്നതാണ് മിൽക്ക്. എന്നിട്ട് ആൽവിയോളയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ആൽവിയോളൈ ഓപ്പൺ ആകുന്ന ട്യൂബിന് പറയുന്ന പേരാണ് മാമറി ട്യൂബ്യൂൾസ്. ഒരുപാട് മാമറി ട്യൂബ്യൂളുകൾ ജോയിൻ ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് മാമറി ഡക്റ്റ്. മാമറി ഡക്റ്റ് ഓപ്പൺ ആകുന്ന വൈഡർ സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് മാമറി ആംപുള്ള എന്ന് പറയും. മാമറി ആംപുള്ള ഓപ്പൺ ആകുന്ന ഡക്റ്റിന് പറയുന്ന പേരാണ് ലാക്റ്റിഫറസ് ഡക്റ്റ്. അതിലൂടെയാണ് പിന്നെ മിൽക്ക് പുറത്തേക്ക് വരാം. ഓക്കെ, സോ മാമറി ഗ്ലാൻഡ്സ് കംപ്ലീറ്റഡ്. സ്പെർമറ്റോജനസിസ്, പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പെർം ഇൻ ടെസ്റ്റിസ് ഈസ് നോൺ ആസ് സ്പെർമറ്റോജനസിസ്. അതായത് സ്പെർമിൻ്റെ ഫോർമേഷനെയാണ് നമ്മൾ സ്പെർമറ്റോജനസിസ് എന്ന് പറയാം. സ്പെർമറ്റോജനസിസ്, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പെർം ഇൻ ടെസ്റ്റിസ് ഈസ് നോൺ ആസ് സ്പെർമറ്റോജനസിസ്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് പ്യൂബർട്ടി സമയത്താണ്. പ്രായപൂർത്തിയാകുമ്പോഴാണ് സ്പെർമിൻ്റെ ഫോർമേഷൻ നടക്കുക. അതായത് നമുക്കറിയാം, ആദ്യം ഉണ്ടാകുന്ന ഒരു സ്പെർമിൻ്റെ ഫസ്റ്റ് സെല്ലിന് പറയുന്ന പേരാണ് സ്പെർമറ്റോഗോണിയ. നമ്മൾ സെമിനിഫറസ് ഓർ ജർമ്മൽ എപ്പിത്തീലിയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദർ ഈസ് ന്യൂമറസ് സ്പെർമറ്റോഗോണിയ ആർ ദർ. ഓക്കെ, സ്പെർമറ്റോഗോണിയ ഉണ്ടാവും. ഓക്കെ, സെമിനിഫറസ് ഓർ ജർമ്മൽ എപ്പിത്തീലിയത്തിൽ 2 തരത്തിലുള്ള സെല്ലുകളാണ്. ഒന്ന് സെർട്ടോളി സെൽസും മറ്റൊന്ന് സ്പെർമറ്റോഗോണിയ എന്ന് പറഞ്ഞു. ആ സ്പെർമറ്റോഗോണിയാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, സ്പെർമറ്റോഗോണിയ എന്ന് പറയുന്ന സെല്ല് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിപ്ലോയിഡ് ആണ്, 2N. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്പെർമറ്റോജനസിസിൽ ശരിക്കും നമുക്ക് 2 മെയിൻ സ്റ്റെപ്പുകളായിട്ടാണ് പറയാൻ പറ്റുക. ഒന്ന് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്. ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് എന്ന് പറയും. രണ്ടാമത്തത് സ്പെർമിയോജനസിസ് എന്ന് പറയും. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പെർമിനെയാണ് സ്പെർമറ്റോജനസിസ് എന്ന് പറയാം. ഇതിന് 2 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് എന്ന് പറയും. രണ്ടാമത്തത് സ്പെർമിയോജനസിസ് എന്നാണ് പറയുക, സ്പെർമിയോജനസിസ്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്, ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്. ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡിൽ 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, മറ്റൊന്ന് ഗ്രോത്ത് ഫേസ്, പിന്നെ ഒന്ന് മെച്ചുറേഷൻ ഫേസ്. അപ്പോൾ ഈ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. ലെറ്റ് us see മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. ഈ മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ സ്പെർമിലുള്ള അല്ലെങ്കിൽ ടെസ്റ്റിസിലുള്ള സ്പെർമറ്റോഗോണിയ എന്ന് പറയുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. സ്പെർമറ്റോഗോണിയ അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് ഫോം ന്യൂമറസ് സ്പെർമറ്റോഗോണിയ. മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഒരുപാട് സ്പെർമറ്റോഗോണിയ ഉണ്ടാവും. ഇതൊക്കെ സ്പെർമറ്റോഗോണിയാണ്. ഓക്കെ, ദിസ് ഓൾസോ സ്പെർമറ്റോഗോണിയ. ഇതൊക്കെ ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, സ്പെർമറ്റോഗോണിയ ആവും. കാരണം ഇവിടെ നടന്നിട്ടുള്ള ഡിവിഷൻ മൈറ്റോട്ടിക് ആണ്. മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ഇത് ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് നമുക്ക് കിട്ടുന്ന ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമറ്റോഗോണിയാണ്. ഓക്കെ, ഇതൊക്കെ ഒരേ സൈസ് തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ വരച്ചത് ചിലപ്പോൾ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എല്ലാം ഒരേ സൈസ് തന്നെയാണ്. കാരണം സ്പെർമറ്റോഗോണിയ എന്ന് പറയുന്നത് എല്ലാം ഒരേപോലെയാണ്. ഓക്കെ, സോ
the spermatogonia undergo mitotic division and form numerous spermatogonia. Then the രണ്ടാമത്തെ ഫേസ് നമുക്ക് നോക്കാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് കഴിഞ്ഞു, 1 2 2 4 അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് കഴിഞ്ഞു. രണ്ടാമതാണ് ഗ്രോത്ത് ഫേസ് എന്ന് പറയും, ഗ്രോത്ത് ഫേസ്. ഓക്കെ, ഗ്രോത്ത് ഫേസിൽ സം ഓഫ് ദ സ്പെർമറ്റോഗോണിയ സ്റ്റോപ്പ് ഡിവിഷൻ. ചില സ്പെർമറ്റോഗോണിയ വളർച്ച നിന്നിട്ട് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും. നമുക്കറിയാം ന്യൂട്രിയൻസ് ഇവിടെ അബ്സോർബ് ചെയ്യുന്ന സെർട്ടോളി സെല്ലുകളിൽ നിന്ന്. സം ഓഫ് ദ സ്പെർമറ്റോഗോണിയ സ്റ്റോപ്പ് ഡിവിഷൻ ആൻഡ് അബ്സോർബ് ന്യൂട്രിയൻസ് ആൻഡ് ഫോം എ ലാർജ് സെൽ, വലിയ സെല്ലുകളായിട്ട് മാറും. ഈ വലിയ സെല്ലിന് പറയുന്ന പേരാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്നാണ് പറയാം, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ഇതും നമുക്ക് പറയാം ഇതും ഡിപ്ലോയിഡ് ആണ്, കാരണം ഇവിടെ ഡിവിഷൻ ഒന്നും നടന്നിട്ടില്ല. ഈ ഉണ്ടായിട്ടുള്ള സ്പെർമറ്റോഗോണിയ ഡിവിഷൻ നിർത്തിയിട്ട് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെയാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് പറയാം. അതുകൊണ്ടാണ് ഇതിന് ഗ്രോത്ത്, ഇവിടെ വളർച്ചയാണല്ലോ സംഭവിച്ചത്, ഗ്രോത്ത് ഫേസ് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ഒന്നാണ് മെച്ചുറേഷൻ ഫേസ് എന്ന് പറയാം. മൂന്നാമത്തെ ഫേസ് ആണ് മെച്ചുറേഷൻ ഫേസ്. ഈ മെച്ചുറേഷൻ ഫേസ് 2 സ്റ്റെപ്പുകളായിട്ടുള്ളത്. മെച്ചുറേഷൻ ഫേസ് 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് വൺ ഈസ് റിഡക്ഷൻ ഡിവിഷൻ. റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയും. ഈ റിഡക്ഷൻ ഡിവിഷൻ 2 മിയോസിസ് ആണ് നടക്കുന്നത്. റിഡക്ഷൻ ഡിവിഷൻ, പിന്നെ ഒന്ന് ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയുന്ന 2 മെത്തേഡ് ഉണ്ട്. റിഡക്ഷൻ ഡിവിഷനും ഉണ്ട്, ഇക്വേഷണൽ ഡിവിഷനും ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നും നമുക്ക് നോക്കണം. സോ ഫസ്റ്റ് വൺ വി ക്യാൻ സീ ദിസ് റിഡക്ഷൻ ഡിവിഷൻ. അതായത് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് റിഡക്ഷൻ ഡിവിഷൻ നടക്കുമ്പോൾ ഒരു ലാർജ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റും 2 ലാർജ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റാണ് ഇവിടെ ഫോം ചെയ്യുക. ഓക്കെ, ഈ റിഡക്ഷൻ ഡിവിഷനിൽ നോക്കാം. ദ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് അണ്ടർഗോ മിയോസിസ് 1 നടക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റുകളാണ് കിട്ടുക, 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. ഓക്കെ, ഈ റിഡക്ഷൻ ഡിവിഷനാണ് ഇവിടെ നമ്മൾ ഈ ഒരു മിയോസിസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, മിയോസിസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ളത് തന്നെ എന്തായിട്ട് മാറും, ഹാപ്ലോയിഡ് ആയിട്ട് മാറും. ഓക്കെ, n നമ്പർ ആവും. ഓക്കെ, ഡിപ്ലോയിഡ് ഉള്ളതിന് ഇപ്പോൾ n നമ്പർ ഓഫ് ക്രോമോസോമുകളായിട്ട് മാറും. രണ്ടാമത്തെ നമുക്കറിയാം സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് അണ്ടർഗോ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. രണ്ടാമത്തെ മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ രണ്ടാമത്തെ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്ന സമയത്ത് 4 സ്പെർമാറ്റിഡുകളാണ് ഇവിടെ ഫോം ചെയ്യുക. ഇതിന് പറയുന്ന പേര് സ്പെർമാറ്റിഡ് എന്ന് പറയും. 4 സ്പെർമാറ്റിഡുകളാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതും നമുക്കറിയാം ഹാപ്ലോയിഡ് ആണ്, കാരണം ഇത് മിയോസിസ് 2 ആണ്. ഈ ഡിവിഷൻ നടന്നിട്ടുള്ളത് മിയോസിസ് 2 ആണ്. മിയോസിസ് 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈറ്റോസിസ്. മൈറ്റോസിസിനെ പോലെ തന്നെയാണ് മിയോസിസ് 2 ഉണ്ടാവുക. സോ ഇറ്റ് ഈസ് മിയോസിസ് 2 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു മൈറ്റോസിസ് ആൻഡ് ദേ ഫോം 4 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമ്മളുടെ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡിലുള്ളത്. ഒന്ന്, ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻവോൾവ്സ് ദ 3 സ്റ്റെപ്സ് ആർ ദ ഫസ്റ്റ് വൺ മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ സ്പെർമറ്റോഗോണിയ അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് ഫോം ന്യൂമറസ് സ്പെർമറ്റോഗോണിയ. ഇനി രണ്ടാമതാണ് ഗ്രോത്ത് ഫേസ്. സം ഓഫ് ദ സ്പെർമറ്റോഗോണിയ സ്റ്റോപ്പ് ഡിവിഷൻ അബ്സോർബ് ന്യൂട്രിയൻസ് ആൻഡ് ഫോം ലാർജ് സെൽ കോൾഡ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ഇനി പ്രൈമറി സ്പെർമറ്റോസൈറ്റ് അണ്ടർഗോ ദറ്റ് ഈസ് മെച്ചുറേഷൻ ഫേസ് ഫസ്റ്റ് വൺ ദറ്റ് ഈസ് മിയോസിസ് 1 ആൻഡ് ഫോം 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. അത് ഹാപ്ലോയിഡ് ആണ്, കാരണം ഇവിടെ നടന്ന ഡിവിഷൻ മിയോസിസ് 1 ആണ്. ഇനി ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റിഡ് ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡിൽ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്പെർമിയോജനസിസ് എന്ന് പറയും. സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പെർം ഫ്രം സ്പെർമാറ്റിഡ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻ ടു എ ഫങ്ഷണൽ സ്പെർം. ഒരു സ്പെർമാറ്റിഡ് ഒരു ഫങ്ഷണൽ സ്പെർം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്പെർമിയോജനസിസ്. ഇത് സ്പെർമാറ്റിഡിൻ്റെ ഫോർമേഷൻ. അപ്പോൾ നമുക്ക് സ്പെർമാറ്റിഡിൻ്റെ ഫോർമേഷൻ നമുക്ക് കിട്ടി. 3 സ്റ്റെപ്പിലൂടെയാണ് സ്പെർമാറ്റിഡിൻ്റെ ഫോർമേഷൻ കിട്ടിയത്. പിന്നെ നമ്മൾ പറഞ്ഞു സ്പെർമിയോജനസിസ് ആണ്. ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്പെർമാറ്റിഡുകൾ ഒരു ടാഡ്പോൾ ഷേപ്പുള്ള സ്പെർമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയോജനസിസ് എന്ന് പറയാം. ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻ ടു ഫങ്ഷണൽ സ്പെർം ഈസ് കോൾഡ് സ്പെർമിയോജനസിസ്. സാധാരണഗതിയിൽ സ്പേം റിലീസ് ചെയ്യുന്നത് ഈ ഒരു സെർട്ടോളി സെല്ലുകളിൽ നിന്നാണ് സ്പേം റിലീസ് ചെയ്യുക. സ്പേമിൻ്റെ ഹെഡ് സെർട്ടോളി സെല്ലിലായിരിക്കും. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് സ്പേം റിലീസ് ചെയ്യുക. ഇതിന് പറയുന്ന പേരാണ് സ്പെർമിയേഷൻ എന്നാണ് പറയുക. മാറിപ്പോകരുത്, സ്പെർമിയോജനസിസ് വേറെയാണ്, സ്പെർമിയേഷൻ വേറെയാണ്. Spermiation means release of sperm head from Sertoli cell is called spermiation. Release of sperm head from Sertoli cell is termed as spermiation എന്ന് പറയാം. ഓക്കെ, ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമറ്റോജനസിസ്. ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമറ്റോജനസിസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതായത് പ്രായപൂർത്തിയാകുന്ന സമയത്താണ് ഹൈപ്പോതലാമസ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യാം. ഓക്കെ, അറ്റ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി ഹൈപ്പോതലാമസ് റിലീസസ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ലെറ്റ് us see, ഹൈപ്പോതലാമസ് പ്രായപൂർത്തിയാകുന്ന സമയത്ത്
ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യും. ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആക്ട് ചെയ്യുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്കാണ്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക്. ശേഷം ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി 2 ഗൊണാഡോട്രോപ്പിൻ ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ആ 2 ഗൊണാഡോട്രോപ്പിൻ ഹോർമോണുകൾ ഗൊണാഡോട്രോപ്പിൻസുകളാണ് നമുക്കറിയാവുന്നത്. ഒന്ന് LH എന്ന് പറയാം, മറ്റൊന്ന് FSH എന്ന് പറയും. അതായത് ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. ഈ ലൂട്ടിനൈസിങ് ഹോർമോൺ ആക്ട് ചെയ്യുന്നത് ലേഡിക് സെല്ലുകളിലാണ്. ലേഡിക് സെൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ബിറ്റ്വീൻ ദ സെമിനിഫറസ് ട്യൂബ്യൂളുകളിലാണ് ലേഡിക് സെൽസുകൾ ഉണ്ടാവുക. അപ്പോൾ ലേഡിക് സെല്ലുകളിലാണ് ഈ ലൂട്ടിനൈസിങ് ഹോർമോൺ ആക്ട് ചെയ്യുക. അതിനുശേഷം ലേഡിക് സെൽസുകളിൽ ഈ LH ആക്ട് ചെയ്യുമ്പോൾ ദേ സ്റ്റിമുലേറ്റ് ആൻഡ്രോജൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺ സിന്തസൈസ് ചെയ്യും. ഓക്കെ, ഈ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺ സിന്തസൈസ് ചെയ്തെന്ന് വെച്ചാൽ അതിനൊരു പ്രിൻസിപ്പൽ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഈ ആൻഡ്രോജൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവുക മെയിൽസിൽ. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, അതായത് സ്പേം പ്രൊഡക്ഷൻ ഒക്കെ പറയാം. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇൻ മെയിൽസിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സുകളൊക്കെ അല്ലെങ്കിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റുകളൊക്കെ ഉണ്ടാകുന്നത് ഈ ആൻഡ്രോജൻ റിലീസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് സ്പെർമറ്റോജനസിസിന് സഹായിക്കും എന്നുള്ളതാണ്. ഒക്കെ കണക്ക് തന്നെയാണ്. അപ്പോൾ അതായത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസ് ഗൊണഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് അവരുണ്ടാക്കുന്ന 2 ഹോർമോണുകളാണ് LHഉം FSHഉം. LH ആക്ട് ചെയ്യുന്നത് ലേഡിക് സെല്ലുകളിലാണ്. അതിൻ്റെ ഫലമായിട്ട് ആൻഡ്രോജൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺ ഇവർ സിന്തസൈസ് ചെയ്യും. അതിൻ്റെ പ്രിൻസിപ്പൽ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ദ ഹെൽപ്സ് ഇൻ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഓർ വി ക്യാൻ ടെൽ സ്പെർമറ്റോജനസിസ്. ഇനി FSH ആക്ട് ചെയ്യുന്നത് സെർട്ടോളി സെല്ലുകളിലാണ്. FSH ആക്ട് ചെയ്യുന്നത് സെർട്ടോളി സെല്ലിലാണ്. ശേഷം അവർ റിലീസ് ചെയ്യുന്ന 2 സെർട്ടോളി സെല്ലുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ABP എന്ന് പറയും. അതായത് ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ എന്ന് പറയുന്നതും ഇൻഹിബിൻ എന്ന് പറയുന്ന 2 വസ്തുക്കളാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുക. സെർട്ടോളി സെല്ല് 2 സബ്സ്റ്റൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ, ഇൻഹിബിൻ എന്ന് പറയുന്നത്. ഇതിൽ ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ദേ ഹെൽപ്സ് ഇൻ സ്പെർമിയോജനസിസ്. സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രാൻസ്ഫർ ഓഫ് സ്പെർമാറ്റിഡ് ഇൻ ടു ഫങ്ഷണൽ സ്പേം. സ്പെർമാറ്റിഡുകളെ ഒരു ഫങ്ഷണൽ സ്പേമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ. അതിനെയാണ് സ്പെർമിയോജനസിസ് എന്ന് പറയുക. നമ്മൾ സ്പെർമറ്റോജനസിൻ്റെ പ്രോസസ്സിൽ പറഞ്ഞിരുന്നു, 2ാമത്തെ സ്റ്റെപ്പ് സ്പെർമിയോജനസിസ് ആണ്. അതായത് ആ റൗണ്ട് ഷേപ്പിലുള്ള സ്പെർമാറ്റിഡുകൾ ഒരു ടാഡ്പോൾ പോലെയുള്ള സ്പേമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന സെർട്ടോളി സെല്ലാണ്. അതാണ് ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ. ഇൻഹിബിൻ എന്ന് പറഞ്ഞാൽ ദ ആക്ട് ഓൺ, ഇൻഹിബിൻ എന്ന് പറയുന്ന ഹോർമോൺ ദ ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് FSH. Okay, they inhibit the secretion of FSH by acting on hypothalamus and pituitary gland. ഓക്കെ, അതായത് ഇൻഹിബിൻ എന്ന് പറയുന്നത് ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് FSH റിലീസ് ചെയ്യുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് ഇൻഹിബിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമറ്റോജനസിസ്. ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമറ്റോജനസിസിൽ പ്രായപൂർത്തിയാകുമ്പോഴാണ് ഹൈപ്പോതലാമസ് ഗൊണഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യുക. അതിൻ്റെ ഫലമായിട്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് 2 ഗൊണഡോട്രോപ്പിൻസുകൾ റിലീസ് ചെയ്യും. ഒന്ന് LHഉം മറ്റൊന്ന് FSH ആണ്. LH ആക്ട് ചെയ്യുന്നത് ലേഡിക് സെല്ലുകളിലാണ്. അതിൻ്റെ ഫലമായിട്ട് ദേ ആക്ട് ഓൺ ആൻഡ്രോജൻ വേർ ദേ ഹെൽപ്സ് ഇൻ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. FSH ആക്ട് ചെയ്യുന്നത് സെർട്ടോളി സെല്ലുകളിലാണ്. സെർട്ടോളി സെൽസുകളിൽ 2 ഇതിനെ റിലീസ് ചെയ്യും. ഒന്ന് ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീനും മറ്റൊന്ന് ഇൻഹിബിനുമാണ്. ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ എന്ന് പറയുന്നത് വിച്ച് ഹെൽപ്സ് ഇൻ സ്പെർമിയോജനസിസ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് spermatid into a functional sperm. ഇനി ഇൻഹിബിൻ മീൻസ് ദേ ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് FSH. ഇത്രയാണ് ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമറ്റോജനസിസ്.